ഞാൻ കേട്ടറിഞ്ഞ ഹാമിസ്, അല്ല നമ്മളേവരും കണ്ടറിഞ്ഞ ഹാമിസ് റോഡ്രിഗസ് ആരുമറിയാതെ മോശം കരിയറിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പ്രശംസകളും പ്രകീർത്തനങ്ങളും വാനോളം സ്വീകരിച്ച താരം കാൽപന്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് എങ്ങനെ തകർന്നുപോയി എന്നറിയില്ല. ഓർമ്മകളിലെ 2014 വേൾഡ് കപ്പ്. ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പിൽ കൊളംബിയ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. എതിരാളികൾ സ്വന്തം ഭൂഖണ്ഡത്തിലെ ഉറുഗ്വേയാണ്. ആ മത്സരത്തിലെ 28-ാം മിനിറ്റിൽ വാരകൾ അകലെ നിന്നും ഉയർന്നിറങ്ങിയ പന്തിനെ തൻ്റെ ഇടത് ചെസ്റ്റ് കൊണ്ട് തൻ്റെ ഇടത്തെ കാലിലേക്ക് സ്വീകരിക്കുന്നു. പിന്നീട് കണ്ടത് അതിമനോഹരമായൊരു ഗോളി. ആ വേൾഡ് കപ്പ് എഡീഷനിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒന്ന്. അന്നയാൾക്ക് വെറും 23 വയസ്സ്. അന്നയാൾ ബ്രസീൽ വിടുമ്പോൾ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടിനുടമ അയാളാണ്. കാൽപന്തിലേക്ക് ഒരു പുതിയ അധ്യായം തുറന്ന കൊളംബിയക്കാരൻ്റെ ഉദയം. കാൽപന്ത് ആരാധക ലോകം അയാളെ ഒന്നടങ്കം ആഘോഷിച്ചു. ഒരു യുവതാരത്തിൻ്റെ അതിമനോഹരമായ തുടക്കം. അയാൾ ലോകത്തിന് മുന്നിൽ സുപരിചിതനാവുന്നത് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് കൊണ്ടാണ്. ഏവരും കൊതിച്ച തുടക്കത്തിൽ നിന്ന് പക്ഷേ അയാൾ വഴുതി വീണത് തകർച്ചയിലേക്ക്. വേൾഡ് കപ്പിലെ മനോഹര ഫോമിനെ കണ്ട് സ്പാനിഷ് ക്ലബ്ബായ റയൽ മാഡ്രിഡിലേക്ക് ക്ഷണം. തൻ്റെ സ്വപ്ന കൂടാരത്തിലെത്തിയ അയാൾ താൻ കണ്ട ഉയരങ്ങളിലേക്ക് തട്ടകം കൈപ്പിടിക്കുമെന്ന് വിചാരിച്ചു കാണണം. പക്ഷേ അന്ന് റയൽ ഭരിച്ചിരുന്ന സിദാൻ യുഗത്തിൽ അയാൾ വെറും ബാക്കപ്പ് ലിസ്റ്റിൽ. പകരക്കാരൻ്റെ റോളിൽ നിന്ന് പോലും പലപ്പോഴും തഴയപ്പെട്ടു. 125 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളുകളും 42 അസിസ്റ്റും. ഇതായിരുന്നു ഹാമിസിൻ്റെ മാഡ്രിഡിലെ സമ്പാദ്യം. പിന്നീട് അയാൾക്ക് ബുണ്ടസ്ലീഗയാണ് കളമൊരുക്കിയത്. ബുണ്ടസ്ലീഗയിലെ പ്രധാനികളായ ബയേൺ മ്യൂണിക്കിൽ 2 വർഷം. അവിടെയും ആദ്യ 11 നിന്നും പലപ്പോഴും തഴയപ്പെട്ടു. 2019 അയാൾ വീണ്ടും റയലിലേക്ക് വന്നു. മാറ്റമുളവാക്കുമെന്ന് കരുതിയെങ്കിലും ആ മാറ്റവും തകർച്ചയുടെ ആഴമേറ്റി. അവിടെ നിന്ന് എവർട്ടൺ, അൽ റിയാൽ, ഒളിമ്പിയാക്കോസോ എന്നിങ്ങനെ പല ടീമുകളിലേക്കും കൂടുമാറ്റം. ഒരു വൻകരയിലും പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിയാതെ വന്നതോടെ അയാൾ ബ്രസീലിയൻ ലീഗിലെ സാവോ പോളോയിലെത്തി. എല്ലാവരും എഴുതിത്തള്ളിയ തൻ്റെ കരിയർ. പക്ഷേ അയാളുടെ ആ കരിയറിൽ ഒരു പുതുജന്മം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാലയളവിലെല്ലാം കൊളംബിയൻ ദേശീയ ടീമിൽ നിന്ന് അയാളെ പുറത്താക്കി. പല മത്സരങ്ങളിലും അയാൾക്ക് സ്ഥാനമില്ല. കാൽപന്ത് ആരാധക ലോകം ഒന്നടങ്കം അയാളെ മറന്നു തുടങ്ങിയിടത്ത് നിന്ന് അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. തനിക്ക് സ്ഥാനമില്ലെന്ന് വിധിയെഴുതിയ കൊളംബിയൻ ടീമിലേക്ക് നായകനായി തിരികെ വിളിക്കുമ്പോൾ അയാൾക്ക് മുമ്പിൽ തെളിയിക്കാൻ പലതുമുണ്ട്. പരിശീലകൻ ഹാമിസ് റോഡ്രിഗസിൽ ഏൽപ്പിച്ച നായക പരിവേഷത്തെ അയാൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നായകൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ അയാൾ തൻ്റെ ടീമിനെ ഉയരങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തി. ശൂന്യതയിൽ നിന്ന് അയാൾ പതിയെ ഉയർന്നു വന്നു. തൻ്റെ ടീമിൻ്റെ മുന്നേറ്റങ്ങൾക്കെല്ലാം അയാളുടെ കാലുകളിൽ നിന്ന് തുടക്കം കുറിച്ചു. അവർ ഇന്ന് സെമി ഫൈനലിലാണ്. തൻ്റെ രാജ്യത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരികെ പിടിക്കാനുള്ള യാത്രയിലാണ്. ടൂർണമെൻറ്റിലൂടെ ഉടനീളം കൗതുകം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് കിരീടത്തിലേക്കുള്ള പ്രയാണം. 5 മത്സരങ്ങളിൽ നിന്ന് 4 അസിസ്റ്റും 1 ഗോളുമായി അയാൾ ടീമിൻ്റെ താരാഭിഷേകത്തിലേക്ക് വീണ്ടും തിരികെ വന്നു. ജ്വലിച്ചു തീർന്നെന്ന് കരുതിയ തൻ്റെ കാൽപ്പനികതയെ 2 മത്സരങ്ങൾക്കപ്പുറം ഒരു കിരീടധാരണം കൊണ്ട് വിധിയെഴുതാൻ നായക പരിവേഷത്തിൽ അയാൾ പൂർണ്ണ സജ്ജനാണ്. അയാളുടെ സ്വപ്നയാത്ര കിരീടത്തിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.